രാജസ്ഥാനിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്രദേശങ്ങളിലും പോയി ഇനി പോകാനുള്ളത് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലേക്കാണ്. രാജസ്ഥാനിലെ സിരോഹി ജില്ലയിലാണ് മൗണ്ട് അബു. ഇതെനിക്ക് മൗണ്ട് അബുവിൽ എൻ്റെ ഒരു ചേച്ചി ശ്യാമള ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ മകനാണ് രാഹുൽ. അവനുമായി അവിടുന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്താണ് ഞങ്ങൾ മൗണ്ട് അബുവിലേക്ക് പോകുന്നത്. രാജസ്ഥാനിലെ സിരോഹി ജില്ലയിലെ ആരവല്ലി പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. മനോഹരമായ കാലാവസ്ഥയും മനോഹരമായ പ്രകൃതി ഭംഗിയും ഒത്തിണങ്ങിയ ഒരു പ്രദേശം. ഇവിടെ തന്നെ ഒരു നക്കി തടാകം എന്ന പേരുള്ള മനോഹരമായ ഒരു തടാകമുണ്ട്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തടാകം, ബോട്ടിങ്ങും മറ്റും അനുയോജ്യമായൊരു തടാകമുണ്ട്. അതുപോലെ തന്നെ ആരവല്ലി പർവ്വതനിരയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഗുരു ശിഖർ എന്നറിയപ്പെടുന്ന ഒരു പർവ്വത ഭാഗമുണ്ട്. ഇവിടെ നിന്ന് സന്ധ്യാസമയ കാഴ്ചകൾ, സൂര്യാസ്തമയം കാണാനും മറ്റും ധാരാളം സന്ദർശകർ എത്തുന്ന ഒരു പ്രദേശമാണ്. ഇവിടം അപൂർവ സസ്യജന്തു സമ്പത്ത് ഉൾപ്പെടെ ജൈവവൈവിധ്യത്തിന് പ്രശസ്തമാണ്. മൗണ്ട് അബുവിൽ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ വർഷം മുഴുവനും സന്ദർശിക്കാൻ അനുയോജ്യമായ ഒരു പ്രദേശവും കൂടിയാണ്. വേനൽക്കാലത്ത് തണുപ്പുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ മൗണ്ട് അബുവിൽ നദികൾ, തടാകങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞ രാഹുൽ. നദികൾ, തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ നിത്യഹരിത വനങ്ങൾ എന്നിവയുടെ കേന്ദ്രമായതിനാൽ രാജസ്ഥാൻ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് മൗണ്ട് അബു. നമ്മുടെ ഇടുക്കിയിലെ മൂന്നാർ പോലെയോ മറ്റും ഉള്ള ഒരു ഹിൽ സ്റ്റേഷൻ. രാജസ്ഥാനിലെ ഏക ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. 4000 അടിക്ക് മുകളിലാണ് ഇതിൻ്റെ ഉയരം. രാജസ്ഥാനിൻ്റെയും ഗുജറാത്തിൻ്റെയും അതിർത്തിയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അബു റോഡാണ്. അവിടെ നിന്ന് 30 കിലോമീറ്റർ റോഡ് മാർഗം യാത്ര ചെയ്താൽ ഇവിടെ എത്താൻ നമുക്ക് സാധിക്കും. ഗുരു ശിഖർ എന്നറിയപ്പെടുന്ന മൗണ്ട് അബുവിലെ ഒരു കൊടുമുടി. ഈ കൊടുമുടിക്ക് ഗുരുവിൻ്റെ കൊടുമുടി എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ വിഷ്ണുവിൻ്റെ അവതാരമായ ദത്താത്രേയയുടെ പേരിലുള്ള ഒരു ചെറിയ അമ്പലവും ഇവിടെയുണ്ട്. ാണ് ഗുരു ശിഖറിലേക്കുള്ള ആ വഴി. കുറച്ച് നടന്ന് കാൽനടയായി വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ. ലേശം ഉയരം കൂടിയ പർവ്വതനിരയാണ് ഈ ഗുരു ശിഖർ പർവ്വതനിര. അതിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ താഴത്തേക്ക് നല്ല വ്യൂ ആണ്. മുകളിൽ നിന്ന് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്ര നമുക്ക് അങ്ങനെ കാണാനൊന്നും സാധിക്കുന്നില്ല. എൻ്റെ ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ ഈ ഗുരു ശിഖർ കാണാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദത്താത്രേയയുടെ പേരിലുള്ളതാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് ഇതറിയപ്പെടുന്നത്. ഒരു ഗുഹയിലുള്ളിൽ ചെറിയൊരു ക്ഷേത്രമാണ്. ആ കാണുന്ന ചെറിയ ചുവപ്പ് പെയിൻ്റ് അടിച്ചിരിക്കുന്ന ചെറിയ ക്ഷേത്രം. ഇവിടെ ഇപ്പോഴും നല്ല കോടയൊക്കെ ഉണ്ട്. കോട ഇറങ്ങിയിരിക്കുന്നുണ്ട്. ചുറ്റുമുള്ള പർവ്വതനിരകൾ നമുക്ക് ദൃശ്യമാകുന്നില്ല കോടയുള്ള കാരണം. അങ്ങനെ ഈ ചെറിയ അമ്പലത്തിലൊക്കെ വന്ന് ഇവിടെ നിന്ന് ഈ ശിഖർ പർവ്വതനിരയിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും സന്ദർശിച്ച് രാജസ്ഥാനിൻ്റെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസുകളും അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളും എല്ലാം സഞ്ചരിച്ച് എൻ്റെ രാജസ്ഥാനിലെ പര്യടനം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടുത്തെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അമ്പലങ്ങളുടെ ഉള്ളിലേക്ക് ക്യാമറ പ്രവേശനമില്ല. നമുക്ക് ഒളിച്ചോ പാത്തോ ഒക്കെ ക്യാമറ കയറ്റാം. പക്ഷേ അത് മോശം ഏർപ്പാടായത് കാരണം ഞാനും ക്യാമറ ഓഫാക്കി വെച്ചാണ് അങ്ങോട്ട് പോയത്.
ഇവിടെ നിന്ന് ഇനി നാക്കി ലേക്ക് അവിടേക്കാണ് പോകേണ്ടത്. ഇതാണ് നാക്കി ലേക്ക്. നാക്കി ലേക്കിന് ഒരു പ്രശസ്തി കൂടിയുണ്ട്. ഈ തടാകത്തിൻ്റെ പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം 1948 ഫെബ്രുവരി 12 ഈ പുണ്യ തടാകത്തിൽ നിമജ്ജനം ചെയ്തു. അതുകൊണ്ട് അതിൽ ഒരു പ്രശസ്തിയും കൂടിയുള്ള ഒരു തടാകമാണ് നാക്കി തടാകം. ഇവിടെയും ധാരാളം ടൂറിസ്റ്റുകളൊക്കെ എത്തുന്ന സ്ഥലമാണ്. ഈ തടാകത്തിന് ചുറ്റും കുതിര സവാരിയും അതുപോലെ തന്നെ തടാകത്തിൽ ബോട്ട് സവാരിയും തന്നെയുണ്ട്. രാഹുൽ അതൊക്കെ നല്ലപോലെ വീക്ഷിക്കുന്നുമുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകളെയെല്ലാം ഞങ്ങളും കണ്ട് ഒന്ന് ബോട്ടിങ് കുറച്ചൊക്കെ നടത്തിയിട്ടുള്ളതാണ് യാത്രയിൽ. എന്നിരുന്നാലും നടത്തണ്ടയോ ഒന്ന് ആലോചിച്ച് ഇവിടെ തന്നെ ചെറിയൊരു പാർക്കുമുണ്ട്. ആ പാർക്കിലേക്ക് നടക്കുകയാണ്. ടൂറിസ്റ്റുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ്. രാജസ്ഥാനിലെ മരുപ്പച്ചയാണ് ഈ മൗണ്ട് അബുവിലെ നാക്കി തടാകം എന്തുകൊണ്ടും ഇവിടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതിന് അടുത്ത് തന്നെ, മൗണ്ട് അബുവിന് അടുത്ത് തന്നെ അബു റോഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഈ അബു റോഡിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അബു റോഡിലാണ് എൻ്റെ സുഹൃത്ത് രാഹുലിൻ്റെയും വീട്. ഈ അബു റോഡിൽ നിന്ന് ഒരു 15-20 കിലോമീറ്റർ മാറിയാൽ അംബാജി ഒരു ടെമ്പിളുണ്ട്, അംബാജിയുടെ. അതും സൗകര്യപ്പെടുകയാണെങ്കിൽ കാണാൻ പോകണം. അതും ഭയങ്കര ഫേമസ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ അവിടെ തൊഴാൻ വരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. പക്ഷേ അവിടെയും ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അവിടെ കനത്ത സെക്യൂരിറ്റിയാണ്. അങ്ങോട്ടും പോകണം. ഇത് കഴിഞ്ഞ് ഇവിടെ എല്ലാ രാജസ്ഥാനി ടൂറിസ്റ്റ് പ്ലേസുകളും ഉള്ളതുപോലെ തന്നെ ഇവിടെയും രാജസ്ഥാനിൻ്റെ തദ്ദേശീയ വേഷം, പണ്ടുകാലങ്ങളിലുള്ള തദ്ദേശീയ വേഷമെല്ലാം അലങ്കരിക്കുന്നുണ്ട് ഓരോ ടൂറിസ്റ്റുകളെയും. അവരെയൊക്കെ നിർത്തി പാത്രങ്ങളും കുടങ്ങളൊക്കെ കയ്യിലേന്തി ഫോട്ടോയും എടുക്കുന്നുണ്ട്. ഇങ്ങനെയും ഉപജീവനം നടത്തുന്ന ധാരാളം പേര് ഈ ടൂറിസ്റ്റ് ഏരിയയിലെല്ലാം തന്നെയുണ്ട്. ഇവിടെ ഒരാൾ പ്രാദേശിക വേഷം ധരിച്ച് തലപ്പാവൊക്കെ ധരിച്ച്, ഇവിടെയും കുറച്ച് സുന്ദരികൾ വേഷങ്ങളൊക്കെ ധരിച്ച് രാഹുലും ഞാനും അതെല്ലാം കണ്ട് ഇതിലെ നടക്കുകയാണ്. ഇദ്ദേഹമാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫറും മേക്കപ്പ് മാനും. അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഈ പർവ്വത ശിഖരങ്ങളെല്ലാം കണ്ട് അവിടുത്തെ വെള്ളച്ചാട്ടവും കണ്ട് ഇന്ന് വീണ്ടും വീട്ടിലേക്ക്, അത് കഴിഞ്ഞ് അംബാജി ക്ഷേത്രം കാണാൻ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ അംബാജി ക്ഷേത്രത്തിലേക്കുള്ളതാവട്ടെ. അത് നമുക്ക് കാണാം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ടോൺ വീൽസ്, ഈ ടോൺ വീൽസ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. Tak bisa pungkiri seakan jalan sendiri, tak guna merisau sadari yang fana kan sirna, semesta kadang melupa alasan untuk bertahan.